സജി നന്ദിയാട്ട് ഇവിടെ അതിജീവിത അഭിഭാഷക കോടതി മുറിക്ക് ഉള്ളിലുണ്ടായിരുന്ന ആളാണ്. ഇൻ ക്യാമറ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വൈകാത്താം. സജി ഇവിടെ ഈ പറയുന്ന ഇതെല്ലാം വീഡിയോ ചിത്രീകരണമുണ്ട് എന്നാണ് ഇൻ ക്യാമറയുടെ അർത്ഥം. അപ്പോൾ ഈ പറയുന്ന അഡ്വക്കേറ്റ് ടി ബി വിന് പറയുന്ന കാര്യം ആ ക്യാമറയിൽ ഉണ്ടാവണം. എന്താണ് കാരണം? ഈ പറയുന്ന രീതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നേരെ ടീം രാമപിള്ളയുടെ ഒരു വക്കീൽ ചാടി അടിക്കാൻ പോവുക, എടാ വിളി ചാടി അടിക്കാൻ പോവുക എന്ന് പറയുന്നത് കള്ളമാണെങ്കിൽ ടി ബി വിനെതിരെ കേസ് എടുക്കണ്ടേ? ശ്രീ സജി നന്ദിയാട്ട് പോട്ടെ, ഈ പറയുന്ന നമുക്ക് കോടതിയോട് നിറഞ്ഞ ബഹുമാനം, നിറഞ്ഞ ആദരവ്, ജഡ്ജിയോട് നിറഞ്ഞ ആദരവ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിജീവിത പറയുകയാണ് ഈ കോടതി അനീതിയാണ് ഇതെന്ന് പറയാണ്. അവർക്കെതിരെ എടുക്കണ്ടേ കണ്ടന്റ്? സജി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ പൊന്നെ ആഷ്മി, അവിടെ വക്കീലുമാർ വഴക്കുണ്ടാക്കുന്നതോ അതൊക്കെ ബാർ കൗൺസിൽ തീരുമാനിക്കാം. നമ്മുടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം എന്താ? 8-ാം പ്രതി ചിട്ടിച്ചില്ല. 8-ാം പ്രതി എങ്ങനെ ചിട്ടിക്കുന്നത് ഒന്ന് പറഞ്ഞു തരാമോ? ജഡ്ജിമെന്റ് വായിക്കുന്ന എൻ്റെ പൊന്ന് കേരള ജനത, ഞാൻ ഒരിക്കൽ കൂടെ കാലേ പിടിക്കുക, ഈ ചാനലുകാർ നിങ്ങളെ ജഡ്ജിമെന്റ് വായിച്ച് കേൾപ്പിക്കത്തില്ല. ഇവർ നിങ്ങളെല്ലാം പുകമറത്ത് നിർത്തിയിരിക്കുക. ഇവർ പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞ് കാണിക്കുക. ഇവർ പറഞ്ഞത് മുഴുവൻ ആരോപണമാണ്. കോടതി പറഞ്ഞ കേട്ടായിരുന്നു ആഷ്മി, ഈ ആരോപണങ്ങളെ തെളിയിക്കാൻ വെറും ആരോപണങ്ങൾ മാത്രമായി അവശേഷിച്ചു. കോടതി പറയാ നീതി നടക്കട്ടെ, ആകാശം ഇടിഞ്ഞു വീണാലും എന്നാണ് കൊട്ടേഷൻ. അത് 1 by 1 ആയി കോടതി പറഞ്ഞു. അത് വായിക്കാൻ മനസ്സില്ലാതെ നിങ്ങൾ മഴയത്ത് നിർത്തിയിരിക്കുക. ഇപ്പോഴും നിങ്ങൾക്ക് നാണമില്ലെന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോകും. ഞാൻ ഈ ജഡ്ജ്മെന്റ് വായിച്ചിട്ട് ദൈവമേ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തരിച്ചിരിക്കുക. 8-ാം പ്രതിക്ക് മേൽ എന്തൊക്കെ ആരോപണം അവർ കൊടുത്തത്? ഈ ആരോപണം 1 by 1 ആയി ഞാൻ പറയട്ടെ. അപ്പൊ പറയാണ് ബാലേന്ദ്രകുമാർ പറഞ്ഞു പൾസസൂരി ദിലീപിന്റെ വീട്ടിലിരിപ്പുണ്ടായിരുന്നത്. ആ ഡേറ്റിൽ പൾസസൂരി എവിടെയായിരുന്നു? ആ ഒരാഴ്ച മുഴുവൻ ഗോവയിലായിരുന്നു. പൊളിഞ്ഞു പോയില്ലേ? അടുത്ത അതിജീവിത പറയുകയാണ്, ഇവർ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുകയാണ് പല പ്രാവശ്യം പൾസസൂരി ഗോവയിൽ വെച്ച് അതിജീവിതയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിജീവിത കോടതിയിൽ പറയുകയാണ് അയ്യോ എന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെന്ന്. ഇവരെന്തുവായി പറയുന്നേ? ഇവരാരോടായി പറയുന്നേ? കേരളത്തിലെ ജനങ്ങളെല്ലാം ഇത് വായിക്കും കേട്ടോ. പല വിവരമുള്ളവർ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു തുടങ്ങി. ഞാൻ നാളെ മുതൽ ഇടുന്നുണ്ട് സജി നന്ദിയാട്ട് സ്പീക്കിനകത്ത്. ജനം കാണട്ടെ പച്ച മലയാളത്തിൽ ഇതിനകത്തുള്ളത്. ഇവർ പറയുന്നത് എല്ലാം നുണകളാണ് സമൂഹത്തോട്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല, ദിലീപിന് നീതി ലഭിച്ചിട്ടില്ല. ഈ നീതി ലഭിക്കണമെങ്കിൽ മേഡം വരണം. ഈ മേഡത്തെ ഇവിടെ കൊണ്ടുവരാൻ പോലീസിന് എന്താ കഴിയാഞ്ഞത്? ഇവർ പറയുന്നത് മുഴുവൻ നുണ മുഴുവൻ, ഈ കഥ മുഴുവൻ വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വിവരവും ബോധമുള്ളവർ വിഴുങ്ങില്ല. ജഡ്ജ്മെന്റ് വെളിയിൽ വന്നു. കേരളത്തിലെ മുഴുവൻ അന്തിച്ചർച്ച ചെയ്യുന്ന മുഴുവൻ മാധ്യമങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. കമോൺ, നിങ്ങൾ കൊണ്ടുപോവാ, നമുക്ക് സംവാദത്തിലിരിക്കാം. നിങ്ങൾ അവിടെ കൊണ്ടുകൊടുത്ത എല്ലാ തെളിവുകളും ആരോപണങ്ങൾ മാത്രമായിരുന്നു. അതിനെ തെളിയിക്കാൻ, അതിനെ സബ്സ്റ്റാൻഡ് ചെയ്യാൻ ഒരു തെളിവും കൊടുക്കാതെ വെറുതെ ഒരു കഥ എഴുതി കൊടുത്താൽ കോടതി ശിക്ഷിക്കുമോ? ചാർജ് ഷീറ്റിലെ ഒറ്റ കാര്യം ഞാൻ വായിക്കാം സജി. ചാർജ് ഷീറ്റിലെ അല്ല സജി ചാർജ് ഷീറ്റിൽ പറയുന്ന ഒറ്റ വരി ഞാൻ വായിക്കാം. ചാർജ് ഷീറ്റിൽ പറയുന്ന ഒറ്റ വരി, 34-ാം സാക്ഷി ഡാഷ് ഈ കേസിലെ കുറ്റകൃത്യം നടക്കുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്ന അന്വേഷണത്തിൽ അറിവുണ്ടായിട്ടുണ്ടെങ്കിലും ആയത് സാധൂകരിക്കുന്നതിന് ആവശ്യമായ മറ്റു തെളിവുകൾ ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ലാത്തതാണ്. മാഡം അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞോളൂ. മാഷി, നിങ്ങൾ ഒരു പത്രപ്രവർത്തകർ എന്ന നിലയിൽ കഴിവുള്ള ചെറുപ്പക്കാർ അത് പറയൂ. പത്രക്കാർ നിങ്ങൾ 24 ചാനൽ സ്റ്റാൻഡേർഡുള്ള സത്യത്തിന് വേണ്ടി നിങ്ങളുടെ അന്വേഷണം ഇത് കോടതി മുറിയൊന്നുമല്ലോ. താങ്കൾ പറഞ്ഞു മാടത്തെ പറ്റി അന്വേഷിച്ചില്ല. താങ്കൾ മാടത്തെ പറ്റി പറയാണ്. ഞാൻ ചാർജ് ഷീറ്റിലെ കാര്യം പറയുന്നത്. അത് കോടതിയും പറയാൻ തോന്നുന്നു മാടത്തെ പറ്റി അന്വേഷിച്ചില്ല എന്നുള്ള കാര്യം. 34-ാം സാക്ഷി ഈ കേസിലെ കുറ്റകൃത്യം നടക്കുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്ന അന്വേഷണത്തിൽ അറിവായിട്ടുണ്ടെങ്കിലും ആയത് സാധൂകരിക്കുന്നതിന് ആവശ്യമായ മറ്റു തെളിവുകൾ ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ലാത്തതാണ്. ആരാണ്? മാഡം. പറയൂ, എനിക്കറിയില്ല, ഞാനല്ലല്ലോ ഡി ഐ ജി. ഞാൻ ചാർജ് ഷീറ്റ് വായിക്കാം. അതുകൊണ്ട് മാടത്തെ പറ്റി അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. ഹലോ, ഈ ബൈജു കൊട്ടാരക്കര കുറെ കീറിയല്ലോ. അതുകൊണ്ട് മാടത്തിനെ പറ്റി ഞാൻ പേര് പറയാത്തതാണ് ചാർജ് ഷീറ്റിലെ പേര്. മാടത്തിനെ പറ്റി അന്വേഷിച്ചെന്ന് പറഞ്ഞോളല്ലേ സജി. പോലീസൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറ്റിവെച്ചു എന്നതിന് അല്ല പറയട്ടെ സാർ, ഇതിലുള്ളതാ ഞാൻ പറയുന്നത്. എന്റെ കൈ നിട്ടൊന്നും പറയുന്നില്ല. അവിടെ കേരളത്തിലെ എന്റെ പൊന്റെ ആഷ്മി, ഇതെല്ലാം അതിനകത്ത് വരണമെന്ന്. ഈ പറഞ്ഞ എല്ലാ കാര്യം വരുമ്പോ നമുക്ക് ആ മേഡത്തെ നിർത്താം. ഇവര് ഈ ബൈജു കൊട്ടാരക്കര തെളിവായിട്ട് വന്നിട്ട് എവിടെ പോയി? ബൈജു കൊട്ടാരക്കര എവിടെയാ തെളിവ്? എവിടെ തെളിവ് പറ? ഉള്ള തെളിവൊക്കെ വിടുന്നുണ്ടല്ലോ സജി നന്ദിയാട്ടെ. എവിടെ തെളിവ്? പറഞ്ഞില്ലേ
കോടതി വരിഞ്ഞു കഴിഞ്ഞാണ് വക്കീലിന് ബുദ്ധി വരുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ 137 ഒന്ന് നിർത്ത് പറയട്ടെ മനുഷ്യൻ. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ 137/2, അതായത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ 137/25 എന്ന ക്രൈം നമ്പറുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് എന്താണെന്ന് അറിയാമോ? രാമൻ പിള്ള വക്കീലിന്റെ ഓഫീസിൽ വെച്ച് സുലേഖ എന്ന് പറയുന്ന സ്വപ്നലേഖ എന്ന് പറയുന്ന ഒരു വക്കീലിനെ ഈ സുകേഷ് എന്ന് പറയുന്ന ഇയാള്, ഈ വക്കീല് തല്ലിയതിന്റെ കേസാണത്. ആ വക്കീലാണ് ഇവിടെ പോയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ തല്ലാൻ വേണ്ടി നിന്നത്. ഹാഷ്മിക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്റെ പേരിൽ ഒരു കേസെടുത്തിരുന്നു, ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. കോടതി ലക്ഷ്യത്തിന് അന്ന് ജഡ്ജിമെന്റിനെ കുറിച്ചെന്തോ ജിയെ കുറിച്ചെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കേസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഈ രാമൻ പിള്ള വക്കീലിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേഡി വക്കീൽ എല്ലാ വക്കീലന്മാരെയും മുമ്പിൽ വെച്ച് എന്റെ കൂടെ അസഭ്യം പറയാനായി വന്നു കോടതിക്ക് വെളിയിൽ വെച്ചിട്ട്. അന്ന് ആ ജഡ്ജസ് വരെ അതിനകത്ത് നിന്ന് വെളിയിലേക്ക് നോക്കിയ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് കോടതി മുറിയായി പോയി. പക്ഷെ കോടതിക്ക് വെളിയിലാണെങ്കിലും ഉണ്ടല്ലോ, ബൈജു കൊട്ടാരക്കരുടെ മുഖത്ത് നോക്കി സജി എന്തിയായിട്ടല്ല ഒരു ലേഡി വക്കീൽ എന്റെ മുഖത്ത് നോക്കി ഇമ്മാന്നൊരു അക്ഷരം പറയത്തില്ല. അതിനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. പറഞ്ഞാൽ അതിനുള്ള മറുപടി പറയാനുള്ള ചങ്കൂറ്റവും എനിക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാമൻ ഗുണ്ടാ സംഘം ഗുണ്ടകളൊക്കെ അതിന് ഗുണ്ടയാണോ? നമ്മളെ ഇങ്ങോട്ടായാലും തെരുവിളിക്കാൻ തിരിച്ച് തെരുവിളിക്കും ചില ബൈച്ചേട്ടൻ. അതിന് ഗുണ്ടയാണോന്നില്ല. എന്നെ തെറി പറയോ എന്നെ തല്ലുക ചെയ്താൽ തിരിച്ചു കൊടുക്കുന്ന 100% ഉറപ്പാണ്. അതിന് ഗുണ്ടയാവണമെന്നില്ല. ഞാൻ യോജിക്കുന്നത് ഞാൻ ആരുടെ സജി ചേട്ടാ ഞാൻ പൈസ ചാനലിൽ വന്നിരുന്ന അവർക്ക് വേണ്ടി മോങ്ങാതെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.